ഹായ്, എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഡോർ പ്ലാന്റ്സ് നട്ട് തുടങ്ങുന്ന തുടക്കക്കാർക്ക് പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ്സ് ആണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. വലിയ കെയറൊന്നും വേണ്ട, അവിടെ ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു ഇനമാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വയ്ക്കാൻ പറ്റുമേ. ഇത് കണ്ടോ, ഇതെൻ്റെ ഫസ്റ്റ് കളക്ഷനിലൊന്നാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. പിന്നീട് ഇതിൽ നിന്ന് ഞാൻ പുതിയ പുതിയ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇത് അടുത്ത വേറൊരു വെറൈറ്റിയാണ്. ഇതും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു തൈ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെ ഞാൻ വേറെ തൈകൾ വന്നതിനൊക്കെ മാറ്റിയെടുത്ത് പുതിയ പോട്ടുകളിലൊക്കെ നട്ടു. ഇപ്പോൾ ഇച്ചിരി ഉണ്ട്. പെട്ടെന്ന് പുതിയ തൈകൾ മുളച്ചുണ്ടാവും കേട്ടോ. ഇതിൽ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു വെറൈറ്റിയാണ്. ഞാൻ ഇപ്പോൾ നട്ടതേ ഉള്ളൂ. ഈ ഇലയിൽ നിന്നും കുറച്ചുകൂടെ വീതിയുണ്ട് ഈ ഇലകൾക്ക്. പിന്നെ കുറച്ച് കേളിയാണ്. കൊള്ളാം, നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഈ സ്നേക്ക് പ്ലാന്റിനെയൊക്കെ നമുക്ക് വീട്ടിനകത്ത് നന്നായിട്ട് വളർത്താൻ കഴിയും കേട്ടോ. ഞാൻ കുറച്ച് തൈ എടുത്ത് വീട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പൊടിച്ച് വരണമുണ്ട്. ഇത് കണ്ടോ, ഇതിൽ പുതിയ തൈയൊക്കെ എടുത്ത് മുളച്ച് വരെയാണ്. ഇനി ഇതിനെടുത്ത് മാറ്റാൻ സമയമായി. വേറൊരു പോട്ടിലേക്ക് മാറ്റണം. ഇതും സെയിം ആണ്, പക്ഷെ കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് വെയിലത്തിരുന്നത് കൊണ്ടാണ് ഇച്ചിരി ഇല കുറച്ചുകൂടെ ഒരു കളർ വ്യത്യാസമുണ്ട് രണ്ടിലും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.